മുടി കൊഴിച്ചലിന് വേണ്ടിയിട്ടേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാണ് മുടി കൊഴിയുന്നത് എന്നുള്ള ആളുകളുടെ വിചാരം ഉണ്ടാവും. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് മുടി കൊഴിയാം. പക്ഷേ വൈറ്റമിൻ ഡെഫിഷ്യൻസി മാത്രമല്ല മുടി കൊഴിച്ചിലിൻ്റെ കാരണം. ഇപ്പം മിക്കവാറും മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊക്കെ OP-യിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കോഴ്സ് വൈറ്റമിൻ ഡി എടുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, കോമൺ ആയിട്ട് നമ്മൾ ഇന്ത്യൻസിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. പൊതുവെ ഇപ്പോൾ എല്ലാവർക്കും സൺ എക്സ്പോഷർ കുറവായതുകൊണ്ടും മിക്കവാറും എല്ലാവരും ഇൻഡോർ ജോലികൾ ചെയ്യുന്നവരാണ്. വെയിൽ കൊണ്ടാൽ കറക്കും എന്ന് പേടിച്ചിട്ട് പുറത്തിറങ്ങാത്തവരാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ സാധ്യത കൂടുതലാണ്. പക്ഷേ വൈറ്റമിൻ ഡെഫിഷ്യൻസി മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഹെയർ ഫോളിൻ്റെ കാര്യം, വേറെയും കാര്യങ്ങളുണ്ട്. പല ബാക്കിയും ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ബേസിക്കലി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തൈറോയിഡും ബ്ലഡ് കൗണ്ടും വൈറ്റമിൻ ഡി എങ്കിലും ചെയ്യും. പിന്നെ ബാക്കി വേറെ പല കാര്യങ്ങൾ കൊണ്ട് വരാം. അത് നോക്കി ഒരു ക്ലിനിക്കൽ ഡിസിഷൻ്റെ ബേസിസിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും തലയും മേലൊക്കെ കഴുകുന്ന ഒരു സംസ്കാരം നമുക്ക് എപ്പോഴോ നമ്മളുടെ തലയിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബേസിക്കലി ഇപ്പോഴത്തെ പെൺകുട്ടികൾ എല്ലാ ദിവസവും തല കഴുകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലേ? ആഴ്ചയിൽ 2 തവണ 3 തവണയൊക്കെ അല്ലേ ഉള്ളൂ, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ. ബേസിക്കലി ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആഴ്ചയിൽ എത്ര തവണ മുടി കഴുകണം, തല കഴുകേണ്ടതുണ്ട്? നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു കോമൺ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. ഇതും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിലും കുറേ അധികം തെറ്റായ ധാരണകളുണ്ട്. അതിപ്പോൾ പറഞ്ഞ പോലെ മുടി കഴുകിയില്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവില്ല, ആഴ്ചയിൽ 2 തവണ കൂടുതൽ മുടി കഴുകാൻ പാടില്ല. ഇതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സാണ്. ഇപ്പോൾ ഒരുപാടധികം സ്റ്റഡീസ് ഇതിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുമുണ്ട്. റെഗുലറായിട്ട് വാഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ഹെയർ വാഷാണ് ഏറ്റവും ബെസ്റ്റ്. ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ശരിക്കും ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണത്. എത്ര കുറവ് ഹെയർ വാഷ് ചെയ്യോ. അപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഹെയർ വാഷ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം ഒരു 2-3 ദിവസം ഹെയർ ഫോളായിട്ട് വല്ലാണ്ട് ഫീൽ ചെയ്യില്ല. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് പിന്നെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഹെയർ പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ അല്ല. പിന്നെ ഈ കഴുകാതിരിക്കുന്നതിനനുസരിച്ച് വിയർപ്പ്, അഴുക്ക് കാര്യങ്ങളൊക്കെ നിന്നിട്ട് ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക, സ്കിൻ ഹെൽത്ത് മോശമാവുക, ഇതിൻ്റെ കൂടെ തന്നെ മുഖത്ത് കുരു വരിക, ഇതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്കിന്നിന് റിലേറ്റഡ് കുറേ പ്രശ്നങ്ങൾ വേറെ വരും. പ്രിഫറബിളി ഡെയിലി വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഹെയർ വാഷ് ചെയ്യണം. ട്വൈസ് ഇൻ എ വീക്ക് ഷാംപൂയിങ് ഇസ് ഫൈൻ. അതിനേക്കാൾ കൂടുതൽ ചെയ്യണം എന്നില്ല. ഇനി റെഗുലറായിട്ട് മൈൽഡ് ഷാംപൂയിങ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വാഷ് ചെയ്യാതിരിക്കുന്നത് ഒരു നല്ല ഹാബിറ്റ് അല്ല. നാച്ചുറലി നമ്മുടെ സ്കിന്നിൽ സ്കിൻ കെയർ ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമോ, സ്കിൻ കെയർ ചെയ്യാത്തതും നല്ലതാണ് എന്ന് ഒരു റീലിൽ കണ്ടിന്യൂ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുന്നതും നല്ലതാണോ? ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബേസിക് സ്കിൻ റുട്ടീൻ എന്ന് പറഞ്ഞാൽ ആകെ 3 കാര്യമേ ഉള്ളൂ. എന്താ? ഒന്ന് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് എന്തായാലും ചെയ്യണം. നമ്മളെപ്പോഴും പുറത്ത് എക്സ്പോസ്ഡ് അല്ലേ. ഇപ്പോൾ വെറുതെ വീടിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്ര എക്സ്പോസ്ഡ് അല്ല. സിമ്പിൾ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. നിങ്ങളിവിടെ കോളേജിൽ വരുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, കഴിക്കാൻ പോകും, കുറച്ച് സ്പോർട്ട് ആക്ടിവിറ്റീസിലുണ്ടാവും. ഒബ്വിയസ്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ മൈക്രോ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, അതൊക്കെ ലോഡ്ജ്ഡ് ആവും. നമ്മളെന്തായാലും ക്ലെൻസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലേ? അതുപോലെ നല്ലോണം പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ് ഒന്നും അവിടെ ഇല്ലാന്ന് വെച്ചാൽ വെറും വെള്ളം കൊണ്ട് വാഷ് ചെയ്താലും ഇറ്റ്സ് ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര എക്സ്പോസ്ഡ് ആണോ പുറത്ത്, ഈ പറഞ്ഞ പോലെ ഓരോ അതിനനുസരിച്ച് സ്കിന്ന് സെൻസിറ്റീവ് ആവുക, ആ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ശരിക്കും മോയ്സ്ചറൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പണ്ടത്തെ കാലത്താണെങ്കിൽ എല്ലാവരും എണ്ണ തേച്ച് കുളിക്കും, അല്ലേ? അതുതന്നെയാണ് മോയ്സ്ചറൈസർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ആ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എണ്ണ എന്ന് പറയുന്നത് അത്ര നമുക്ക് കോസ്മെറ്റിക്കലി അപ്പോൾ അത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് അതിനൊരു ബെറ്റർ ഫോമിൽ മോയ്സ്ചറൈസറായിട്ട് ക്രീംസ് ആയിട്ടോ ജെൽസ് ആയിട്ടോ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ പണ്ടത്തെ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു 40 വയസ്സാകുമ്പോഴത്തേക്കും എന്താവും? ഇന്ത്യൻ സ്കിന്നാണെങ്കിലാണ് പറയണത്. 40 വയസ്സാകുമ്പോഴത്തേക്കും റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യും, പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? ഇതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ കെയറിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേണമെന്നില്ല. നമുക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട്. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് വെയിലിനോടുള്ള എക്സ്പോഷർ കൊണ്ട് ഏജിങ് വരും എന്നുള്ളത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യലാണ് ശരിക്കും നമ്മൾ സൺസ്ക്രീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് തേർഡ് പാർട്ട്. ബാക്കിയുള്ളതൊക്കെ അഡീഷണലാണ്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഹെൽപ്സ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് ശരിക്കും ഏജിങ് ഉണ്ടാക്കുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് സിറംസ് ആണെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റ് ക്രീംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ലെവൽ വരെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏജിങ് ആവില്ല എന്നല്ല, അതിനെ കുറച്ചൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. നാച്ചുറലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് വേറൊന്നും സംഭവിക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് സ്കിൻ. ഉള്ളിലേക്കൊന്നും സംഭവിക്കാനില്ല.
കുഴപ്പമില്ല എന്ന് മാത്രം. താങ്ക് യു.